പണ്ട് പണ്ടുകളിൽ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. ആ പൂച്ചയുടെ പേര് ക്യാറ്റാങ്കോട. പണ്ടത്തെ കഥകളിൽ ഒരു പൂച്ച പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത്തെ കഥ, പൂച്ച എങ്ങോട്ടോ നടന്നു പോകുന്നു. ചെറുക്കൻ ആ പ്രേതത്തിന്റെ ഒരു ഫോട്ടോ എടുത്തു അവൻ ആ ഫോട്ടോ എടുത്ത് നോക്കാൻ പോകുന്നു. ഇതാണ് ഈ കഥയുടെ തുടക്കം. എവിടെയാ കിടന്നു കിട്ടിയ സാധനം? ആ പ്രേതം പീസ് പീസ് കഷ്ണം പോലെ കിടന്നു. അപ്പൊ അവൻ അത് യോജിപ്പിച്ചു. ശരിയായി. അവൻ പറഞ്ഞു അത് ശരിയായിരുന്നു. പക്ഷെ ആ പ്രേതത്തിനെ കൊന്നത് ഇവനാ. അത് ശരിയാണ് ഇവൻ പറഞ്ഞത്. ഇനിയാണ് കഥയുടെ തുടക്കം. ക്ഷീരമാദോഷി എന്ന് പറയുന്ന ഒരു രാക്ഷസൻ എന്റെ പേരാണ് ക്ഷീരമാദോഷി. ഞാൻ നിങ്ങളെല്ലാവരെയും കൊല്ലും. ഞാനൊരു പ്രേതം മാത്രമാണ്. നിങ്ങളെല്ലാവരും നശിപ്പിച്ചിട്ട് എനിക്ക് സമാധാനാവുള്ളൂ. അയ്യോ അയ്യോ അയ്യോ, ഞാനിതാ താഴ്ന്നിരുന്നത്. അയ്യോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അവസാനിപ്പിക്കും. നിങ്ങൾ ആരും കരുതുണ്ട ഞാൻ ജീവിച്ചിരിക്കും. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന കഥയുടെ തുടക്കം. പിന്നെ വേറെ ഒരുത്തൻ ആ ഒരു പ്രേതത്തിനെ കൊല്ലാൻ പോവാ.
ഒരു ദിവസം നീ പട്ടിയായി നാരിയായി മാറിപ്പോയതുപോലെ ഒരു വിചിത്രമാദിനത്തിങ്ക കഥ പറയുന്ന ഒരു മലയാളം. Mysteriously for slightly darker rhythm style blender vendium party nandiem beats kerala folk dozen. ഒരാളുടെ കാലത്ത് ആ പ്രേതത്തിനെ കൊണ്ടിട്ട് വേറൊരു പ്രേതം വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്റെ പേരാണ് രാക്ഷസ പ്രേതം, ഞാനാണ് പുതിയ പ്രേതം. എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നിങ്ങൾ എല്ലാവരെയും വെട്ടിക്കൊല്ലും ഞാൻ. എല്ലായിടത്തും കാറ്റ് പറക്കും. ഞാനൊരു ശക്തിശാലിയാണ്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു കഥ, അവന്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞിട്ട് അവൻ രക്ഷപ്പെട്ടു. Create an intense dark trap. Horror soundtrack. The vocal should sound like a vengeful spirit expressing rage and power, but without explicit harm. On the super night, conjuring choirs, rumbling drums, echoing whispers. അവസാനത്തെ കഥയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൂടുതൽ ഹൊറർ വൈബാക്കാൻ ഈ നെക്സ്റ്റ് സീൻ, ഒരു പട്ടിയുടെ വീട്ടിൽ ഒരുത്തൻ പൂച്ചയെ കൊണ്ടുവരാൻ പോകുന്നു. അതാണ് ക്യാറ്റ് അങ്കോള. നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാ. ഇനിയാണ് നെക്സ്റ്റ് കഥ. അവനായിരുന്നു ആ പ്രേതം, മറ്റൊരു പ്രേതത്തിനെ കൊണ്ടിട്ട് അവൻ തന്നെയായിരുന്നു, അവൻ അഭിനയിക്കായിരുന്നു. അവൻ തന്നെയായിരുന്നു ആ മുഹമ്മൂടി വെച്ച് ഇരുന്ന പ്രേതം. അവൻ ആ മുഹമ്മൂടി അടിച്ചിട്ട് അവന്റെ മുഹമ്മൂടി തന്നെ അവൻ കൊന്നുകളയും. ഈ കഥയിൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടോളും ഫുൾ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അവനെ കൊല്ലാൻ പോകുന്നതാണെന്ന്. ലാസ്റ്റത്തെ ഡ്രോൺ ഷൂട്ട്, അവനെ വീണ്ടും പിടിക്കാൻ പോവാണ് ആ ചെറുക്കൻ. ഏതെങ്കിലും ഒരാൾ യുദ്ധം ചെയ്ത് ഉറപ്പായും ജയിക്കും, പടയാളി പോലെ. പടയാളി ആയിരിക്കും വീരസൈന്യൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൂടുതൽ ഹൊറർ ഇല്ലാതാക്കി കളഞ്ഞു. അവന് ജീവൻ വന്നു. ഡ്രോൺ ഷോട്ട് പോലെ ഇനിയും അവനെ ആക്രമിക്കാൻ പോവാണ്. ഇടിച്ച് നിങ്ങളെ കൊല്ലും ഞാൻ, നിശക്തശാലി ഞാൻ വലിയോരു
അവന് തമ്മിലടിക്കാത്തോണ്ട് അവൻ പറയാളി പോലെ വീണ്ടും അഭിനയിക്കുവാണ്. അവൻ വെല്ലുവിളിച്ചേക്കുവാണ്. അവനെ കൊല്ലാൻ പോകുന്ന പോലെ അവനിൽ ഏതെങ്കിലും ഒരുത്തൻ പടയാളിയായിട്ട് ജയിക്കാൻ പോവാണെന്ന് അവന്റെ വിചാരം. രണ്ടാമത്തെ പടയാളിയിലെ യുദ്ധത്തിൽ ഒരുത്തനെ ബോംബിറങ്ങി കൊല്ലാൻ നോക്കുവാണ്. അവനെ അറിഞ്ഞപ്പോ അവന് ബോംബ് പൊട്ടിയില്ല. അവൻ അത് എടുത്തപ്പോ അവൻ ടൈം നോക്കിയപ്പോ ടൈം ഉണ്ടായിരുന്നു ആ ബോംബില്. ആ ബോംബ് അവൻ എടുത്ത് താഴെ ഇട്ടപ്പോ അത് പൊട്ടിത്തെറിച്ച്. ഇന്നവനത്തെ അവസാനത്തെ അന്ത്യമാണെന്ന് അവന്റെ കഥ അവസാനിക്കും. അവൻ താനെ നീട്ട് അവന്റെ കഥയും കൂടെ തീർക്കാൻ പോവാണ്.